ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വെഹിക്കിളാണ് മഹീന്ദ്ര താർ. ഇത് ശരിക്കും ഒരു പെട്രോൾ എഞ്ചിനാണ്. ഇത് ഏകദേശം 2000 സീസുള്ള എഞ്ചിനാണ്. ഇത് TGDA എഞ്ചിൻ എന്ന് പറയും ഇതിന്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചക്ടേഴ്സൊക്കെ എഞ്ചിൻ ബ്ലോക്കിന്റെ ഉള്ളിലിട്ട് സ്പ്രേ ചെയ്യുക. അപ്പം അതേ ടെക്നോളജിയിലാണ് നമ്മൾ CNG ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വണ്ടിയിൽ നമുക്ക് കിറ്റുകളെ പറ്റി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്തുള്ള ബ്രാൻഡ് നോക്കുമ്പോൾ KME ബ്രാൻഡാണ്, ഏറ്റവും പ്രീമിയം ബ്രാൻഡാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കോമ്പനൻസ് ഉണ്ട്. നമുക്ക് കോമ്പനൻസ് ശരിക്കും ഇൻ ഡെപ്ത് ആയിട്ട് നമുക്ക് പഠിക്കാം. ഇതിൽ ശരിക്കും നോക്കുമ്പോൾ ഡബിൾ സ്റ്റേജ് റെഡ്യൂസറാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇത് ശരിക്കും ഒരു 200 ബാർ പ്രഷർ നമ്മൾ ഗ്യാസ് ബങ്കിൽ നിന്ന് ഫില്ല് ചെയ്യുമ്പോൾ ഏകദേശം ഇത് 200 ഉള്ളത് 2 ബാറായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് നേരെ ഇഞ്ചറ്റിലേക്ക് പോവുക. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പ്രഷർ അത്ര സ്റ്റേബിൾ ആയിരിക്കും. ഇതിൽ പ്രഷർ ഗേജ് ഉണ്ട്, എക്സ്ട്രാ സോളിനോയിഡ് കട്ട് ഓഫ് സിസ്റ്റം ഉണ്ട്. നമ്മൾ എന്ത് സിസ്റ്റം ഉണ്ടെങ്കിലും എല്ലാം കൺട്രോൾ ചെയ്യണത് ECM ആണ്. ഇതിൽ നമ്മൾ ഉപയോഗിച്ചുള്ള ECM നോക്കുമ്പോൾ KME ഡയറക്റ്റ് ECM ആണ്, ഏറ്റവും പ്രീമിയം ECM ആണ്. ഇതിൽ വിത്ത് OBD2 എല്ലാ ഫീച്ചറും ഉള്ള ഒരു സിസ്റ്റമാണ്. ഇത് കൺട്രോൾ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ പെട്രോളിൻ്റെ ECM ബേസ് ചെയ്തിട്ടാണ് ഈ സാധനം വർക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ നമ്മൾ ഗ്യാസ് കൊടുക്കുന്നത് റെഡ്യൂസർ തൊട്ടിട്ട് നേരെ ഇഞ്ചറ്റിലേക്കാണ് പോകണം. ഇത് മാപ്പ് സെൻസറാണ്. നമുക്ക് ഗ്യാസിൻ്റെ പ്രഷർ ചെക്ക് ചെയ്യാനും പിന്നെ നിങ്ങൾക്ക് എഞ്ചിൻ്റെ മെനിഫോൾഡ് എയർ പ്രഷർ ചെക്ക് ചെയ്യാനുള്ള സിസ്റ്റമാണത്. ഇത് നമ്മൾ നേരെ ഗ്യാസ് പോണത് നേരെ ഇഞ്ചറ്റിലേക്കാണ്. നമ്മളിതിൽ ഉപയോഗിച്ചുള്ള ഇഞ്ചക്ടർ നോക്കുമ്പോൾ ഹോക്കിൻ്റെ ഇഞ്ചക്ടറാണ്. ഏകദേശം നമ്മൾ 2 ohmsന്റെ ഇഞ്ചക്ടറാണ് ഇതിൽ ഉപയോഗിച്ചുള്ളത്. ഇതിലെ കൺസീൽഡ് വയറിംഗ് നോക്കുമ്പോൾ ഫുൾ കൺസീൽഡ് ആണ്. സ്റ്റീൽ ട്യൂബൊക്കെ നമ്മൾ കോൺഡ്യൂട്ട് പൈപ്സ് ഇട്ട് കവർ ചെയ്തിട്ടുണ്ട്. വയറിംഗ് ഒന്നും നിങ്ങൾക്ക് അറിയില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഉള്ളത് സ്റ്റീൽ ട്യൂബ് നേരെ പോണത് താഴത്തേക്കാണ്. നമ്മൾ എഞ്ചിൻ ബോഡിയുടെ അടിയിലേക്കാണ് നമ്മൾ കൺസീൽഡ് ആയിട്ട് ചെയ്തത്. നമ്മൾ പെട്രോളിൻ്റെ പൈപ്പിൻ്റെ സെയിം ചാനലിൽ കൂടെ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ബാക്കിലത്തെ നമ്മുടെ ടാങ്കിനെ പറ്റി പറയാം. ഇതിൽ നമ്മൾ ഉപയോഗിച്ചുള്ള ടാങ്ക് നോക്കുമ്പോൾ 60 ലിറ്റർ ടാങ്കാണ്. ഇത് ഏകദേശം നമുക്ക് 8 to 9 കിലോ വരെ കയറും. ഇത് നമ്മൾ ടെർമോസ്റ്റാറ്റ് ബോൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എക്സസ് പ്രഷർ നിങ്ങൾക്ക് ഇൻ കേസ് മദർ സ്റ്റേഷനിൽ പ്രഷർ കൂടുതൽ കയറുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് പ്രഷർ റിലീസ് ചെയ്യും. അങ്ങനത്തെ ഒരു തെർമോസ്റ്റാറ്റ് വാൾവ്, സേഫ്റ്റി ഉള്ള സിസ്റ്റമാണ്. ഇതിൽ 2 ലൈനാണ് വരുന്നത്. ഒന്ന് നമുക്ക് നേരെ നമ്മൾ പെട്രോളിലേക്ക് കൊടുത്തുള്ളത്, നമ്മൾ ഫില്ലിംഗ് വാൾവ് പെട്രോളിലേക്ക് കൊടുത്തുള്ളത്. ഇനി ഒരു നേരെ റെഡ്യൂസിലേക്ക് കൊടുത്തുള്ളത്. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ ഇതിലൊരു കൺട്രോൾ സിസ്റ്റം ഉണ്ട്. നമുക്ക് ഓൺ ഓഫ് ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ് ചെയ്യാത്ത സമയത്ത് നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാം. അങ്ങനത്തെ ഒരു സിസ്റ്റമാണ്. ഇതിൽ നമ്മൾ ഈ ഫില്ലിംഗ് വാൾവ് ഇതാണ് CNGന്റെ ഫില്ലിംഗ് വാൾവ് വരിക. ഇതിൽ ഗ്യാസ് ഫുൾ ടാങ്ക് കയറുമ്പോൾ ഓട്ടോമാറ്റിക് 80% കട്ട് ഓഫ് സിസ്റ്റം ആവും. അപ്പോൾ ഇത് കൺട്രോൾ ചെയ്യുന്നതൊക്കെ ടാങ്ക് വാൾവ് ആണ്. 80% ആകുമ്പോൾ കട്ട് ഓഫ് ആവും. ഇത് നമ്മൾ കംപ്ലൈൻസ് പ്ലേറ്റ് ആണ്. ഇതിൽ നമ്മൾ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളും എന്നാണ് എക്സ്പയറി ഡേറ്റും കാര്യങ്ങളൊക്കെ ഇട്ടുള്ളത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്വിച്ചിനെ പറ്റിയിട്ടാണ്. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് KMEന്റെ സ്വിച്ചാണ്. ഇതൊരു RGB സ്വിച്ച് എന്ന് പറയും. ഇതൊരു കളർ ഡിസ്പ്ലേ നമുക്ക് ഇഷ്ടമുള്ള കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും സിസ്റ്റം വഴിക്ക്. ഇതിൽ നോക്കുമ്പോൾ ഗ്യാസിലേക്ക് മാറുന്നത് നമ്മൾ എഞ്ചിൻ്റെ ടെമ്പറേച്ചർ ബേസ് ചെയ്തിട്ടാണ്. ഏകദേശം 35 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. അത് ഏകദേശം നമുക്കൊരു 10 to 20 സെക്കൻഡ് ആകുമ്പോഴേക്കും ഓട്ടോമാറ്റിക് അത് CNGലേക്ക് മാറും. നമ്മളിപ്പോൾ ഇതിൽ കാണിക്കുന്നത് 3 ലൈറ്റാണ്. ഇത് ഏകദേശം ഹാഫ് ടാങ്ക് ഉണ്ട്. നമ്മൾ ഫുൾ ടാങ്ക് അടിക്കുമ്പോൾ ഏകദേശം നമ്മൾ 5 ലൈറ്റ് കത്തോടെ. ഇൻ കേസ് പെട്രോളിലേക്ക് മാറ്റിങ്ങി ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി, പെട്രോളിലേക്ക് മാറും. CNGലേക്ക് മാറണമെങ്കിൽ ഓട്ടോമാറ്റിക് അത് ലൈറ്റ് നമുക്ക് ബ്ലിങ്ക് സ്റ്റോപ്പ് ആവും. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് എത്രയാണ് ഇതിന്റെ പവറും കാര്യങ്ങളൊക്കെ നമുക്ക് ലൈവായിട്ട് കാണിക്കണം. നമുക്ക് ഓടിച്ചു നോക്കാം എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ നോക്കാം. പെർഫോമൻസ് എങ്ങനെയുണ്ട്, CNGയിൽ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇപ്പൊ നമ്മൾ ഐഡ്ലിംഗ് ആണ് വെഹിക്കിള്. നമ്മളൊന്ന് ജസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. RPM നോക്കി കഴിഞ്ഞാൽ ഏകദേശം 3000 RPM ആയി. 80ലേക്ക് മുകളിൽ കടന്നു. ഏകദേശം ഇപ്പൊ 100ലേക്കാണ് പോണത്. 90 ആയി. നിങ്ങൾക്ക് വണ്ടി നല്ല സ്റ്റേബിൾ ആണ്. CNGയിൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാം. ഇപ്പൊ 100ലാണ് വണ്ടി കിടക്കണത്. ഒരു പെർഫോമൻസിന്റെ കുറവോ ഒരു പവറിന്റെ കുറവോ ഒന്നുമില്ല. 100 ആയി, 110 ആയി. ഇത് നമ്മൾ റെക്കമെൻഡ് ചെയ്യില്ല. ഞങ്ങൾ കസ്റ്റമർ റെക്കമെൻഡ് ചെയ്യില്ല എത്ര സ്പീഡിലൊന്ന് പോവാൻ. ജസ്റ്റ് നമ്മൾ കാണിക്കുന്നുള്ളൂ. 120 സ്പീഡായി. ഒരു പേടിക്കണ്ട. CNGയിൽ അത്ര പെർഫോമൻസ് ഉണ്ട്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഈ മഹീന്ദ്ര താറിൽ നമുക്ക് മൈലേജ് നോക്കുമ്പോൾ
ഏകദേശം ഒരു 8 to 9 കിലോമീറ്റർ ആണ് പെട്രോൾ കിട്ടുക. അപ്പോൾ ഇത് നമ്മൾ CNG കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 16 കിലോമീറ്റർ സിറ്റിയിൽ കിട്ടും. ലോങ്ങിലാവുമ്പോൾ ഏകദേശം ഒരു 22 കിലോമീറ്റർ ആണ് ഇതിൽ നമ്മൾ കിട്ടുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ പെട്രോളും കൂടി ആഡ് ചെയ്തിട്ടാണ് ഈ CNG ഫ്യൂവൽ റൺ ചെയ്യുക. അപ്പോൾ ഈ പെട്രോളിന്റെ ആഡിങ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഹൈ പ്രഷർ പമ്പൊക്കെ ഉണ്ട് കൺട്രോൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൽ ഏകദേശം ഒരു 3 to 8% ഇതിന്റെ ഒരു പെട്രോളിന്റെ കൺസംഷൻ വരിക. സോ ആവറേജ് ആയിട്ട് നോക്കുമ്പോൾ ഏകദേശം ഒരു 100 കിലോമീറ്റർ CNGയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു 1.5 ലിറ്റർ മാക്സിമം പെട്രോൾ ചിലവാകും. അപ്പോൾ ഇതിൽ അത് കണക്ക് കൂട്ടുമ്പോൾ ഏകദേശം ഒരു 85% ടോട്ടൽ സേവിങ്സ് വരിക. അതിൽ ഒരു 15% പെട്രോൾ കൺസ്യൂം ചെയ്താലും ഹയസ്റ്റ് പ്രൊപ്പോർഷനിൽ പറഞ്ഞ 15% കയറിയാലും അപ്പോഴും 70% നിങ്ങൾക്ക് സേവിങ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ മോർ ഡീറ്റെയിൽസ് വല്ലതും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ബന്ധപ്പെടാം. ഞങ്ങൾക്ക് തൃശ്ശൂർ ഉണ്ട്, എറണാകുളം ഉണ്ട്, ചെന്നൈ ഉണ്ട്. ഇതിനെ പറ്റിയിട്ട് എന്ത് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് വിളിക്കാം.